വചനസാരം വചനസാരം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, മെയ് 7 യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 5 മുതൽ 11 വരെ തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ടും ത്രിയേക ദൈവിക ബന്ധത്തെക്കുറിച്ചും മാതൃകയെക്കുറിച്ചും യേശു ഇന്നത്തെ സുവിശേഷത്തിൽ സംസാരിക്കുന്നു. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണെന്നും യേശുവിനുള്ളതെല്ലാം സത്യാത്മാവിനോട് കൂടി ഉള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് പരസ്പര ബന്ധത്തിലും പങ്കാളിത്തത്തിലും നിലനിർത്തേണ്ട അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് യേശു ഇവിടെ സംസാരിക്കുന്നു. രണ്ടാമതായി യേശു പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഒറ്റനോട്ടത്തിൽ വിചിത്രമായ ഒരു വാചകമായി തോന്നാമെങ്കിലും യേശു പിന്നീട് കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇപ്പോൾ ഉള്ള ബന്ധത്തേക്കാൾ ശക്തമായ ഒരു ബന്ധത്തിന് ഞാൻ എൻ്റെ സഹായകനെ അയക്കും. പിന്നീട് നാം കാണുന്നു, പെന്തക്കോസ്താ ദിവസവും തുടർന്നങ്ങോട്ടും അപ്പോസ്തലന്മാർ ആത്മാവിൽ നിറഞ്ഞ് കത്തിജ്വലിക്കുന്നു. ചങ്ങലകൾ അഴിയുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, രോഗങ്ങൾ മാറുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 16 അധ്യായം 22 മുതൽ 34 വരെ തിരുവചനങ്ങൾ. പൗലോസിന്റെയും സിലാസിന്റെയും മുന്നിൽ തടവറയുടെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്നു. ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഈശോ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ, തിരസ്കരണത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മോടും പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്. നടപടി പുസ്തകത്തിലെ കാവൽക്കാരൻ പൗലോസിനോടും സിലാസിനോടും ചോദിക്കുന്ന ചോദ്യമാകട്ടെ ഇന്നത്തെ വിചിന്തനവാക്യം. 16 അധ്യായം 30-31 തിരുവചനങ്ങൾ. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ആമേൻ. വചനസാരം വചനസാരം.